എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലിജി പുൽക്കുന്നുമ്മൽ, വൈസ് പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി പ്രീതി, വാർഡ് മെമ്പർ ശ്രീമതി ഷബ്ന റഹീം, കാർഷിക കർമ്മസേനയുടെ പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഓഫീസർ ശ്രീ രൂപേഷ്, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇവിടെ നമ്മുടെ ജനകീയാസൂത്രണം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 2023-24 ജനകീയാസൂത്രണം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഞങ്ങളും കൃഷിയിലേക്ക് മൺചട്ടിയിൽ പച്ചക്കറി തൈ വിതരണം എന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. മാർച്ച് മാസത്തിൽ ഗുണഭോക്തൃ വിഹിതം അടച്ചിട്ടുള്ള, അതായത് ഗ്രാമസഭാ ലിസ്റ്റിൽ ഉൾപ്പെട്ട് ഗുണഭോക്തൃ വിഹിതം അടച്ചിട്ടുള്ള കർഷകർക്കാണ് നമ്മൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൺചട്ടി വിതരണം ചെയ്യുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ആകെ 6075 മൺചട്ടികളാണ് വിവിധ വാർഡുകളിലായിട്ട് ഈ പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മൺചട്ടിയും അതുപോലെ തന്നെ പോട്ടിംഗ് മിശ്രിതം, അതിൻ്റെ കൂടെ തന്നെ പച്ചക്കറി തൈകളും അങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്. ഓരോ വാർഡിലും വിവിധ വാർഡുകളിലായിട്ടാണ് ഒരു സ്ഥലത്തെ ഇറക്കി വിതരണം ചെയ്തു വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയാണ്. അതുപോലെ തന്നെ ഈ വർഷവും ഇതേ പദ്ധതി ഉണ്ട്. അപ്പോൾ അതിന് ഗ്രാമസഭാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് കൂടുതൽ ലഭിക്കുന്നതാണ്. എൻ്റെ കർത്തവ്യത്തിലേക്ക് എടുക്കട്ടെ. ഇന്നത്തെ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലിജി പുൽക്കുന്നുമ്മലാണ്. പ്രസിഡന്റിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ അനിൽകുമാറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പ്രീതി അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്ന 1-ാം വാർഡ് മെമ്പർ ശ്രീമതി ഷബ്ന റഹീം അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മൺചട്ടി വിതരണം ചെയ്യുന്ന കുന്നമംഗലം കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിലാണ്. കാർഷിക കർമ്മസേനയുടെ പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ അവർകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങളേവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ അവർകളെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ ചെയർപേഴ്സൺ പ്രീതി, ഷബ്ന, കൃഷി ഓഫീസർ രവീന്ദ്രേട്ടൻ, കൃഷി അസിസ്റ്റന്റ് രൂപേഷ്, ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ വളവും അതേപോലെ തന്നെ ചട്ടിയും പച്ചക്കറി തൈയും വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനമാണ്, പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നതോടുകൂടി പെരുമാറ്റച്ചട്ടത്തിൻ്റെ പ്രശ്നം വന്നതുകൊണ്ടാണ് ഇതിൻ്റെ വിതരണം കുറച്ച് വൈകാരിട വന്നിട്ടുള്ളത്. 5 ചട്ടിയും അതോടൊപ്പം തന്നെ പച്ചക്കറി തൈയും അതിൻ്റെ കൂടെ വളവും എന്ന് പറയുമ്പോൾ മണ്ണും വളവും കൂടി മിക്സ് ചെയ്ത ഒരു ചാക്കുമാണ് ഓരോരുത്തർക്കും നൽകുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി കുറച്ച് തൈ വന്നിട്ടുണ്ട്. ബാക്കി തൈകളെല്ലാം, തൈയും അതേപോലെ തന്നെ വളവും പിന്നീടാണ് വിതരണം ചെയ്യുക. അങ്ങനെ വിതരണം ചെയ്യാനുള്ള കാരണം, എല്ലാ വാർഡിലും ചട്ടി ഇറക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ തൈ റെഡിയാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ തൈ വളരെ നീണ്ടുപോകും. അപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് മിക്കവാറും എല്ലാ വാർഡിലും ചട്ടി ഇറക്കി കഴിയും. അതോടുകൂടി എല്ലാവർക്കും, ഈ ഗുണഭോക്താക്കളായിട്ടുള്ള മുഴുവൻ ആളുകളെയും വിവരം അറിയിക്കും. അപ്പോൾ ഇവിടെ വന്ന് വളവും അതേപോലെ തന്നെ പച്ചക്കറി തൈയും നിങ്ങൾ ശേഖരിച്ച് പോകണം. ഒരു ചാക്ക് 50 കിലോ വളം ഉണ്ടാവും. വളവും മണ്ണും കൂടി മിക്സ് ചെയ്തത് 50 ചാക്ക്, ഒരു ചാക്കാണ് ഒരാൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത് കൊണ്ടുപോകാനുള്ള സംവിധാനത്തോടു കൂടി അറിയിപ്പ് വിടുമ്പം എത്തണം. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇതിങ്ങനെ ആളുകൾ ഇതിനെ സംബന്ധിച്ച് പറയാറുള്ളത് ചെടിച്ചട്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ചെടിച്ചട്ടി അല്ല എന്നത് വളരെ ശ്രദ്ധിക്കണം. ഇത് കൊണ്ടുപോയി നല്ല അലങ്കാര ചെടി അതിൽ നട്ട് നല്ല ഭംഗിയുള്ള വീടും പരിസരവുമാക്കി മാറ്റാം എന്ന് ധരിക്കുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായും അതല്ല എന്ന് നല്ല ഓർമ്മ ഉണ്ടാവണം.
നല്ല പച്ചമുളകും അതേപോലെ തന്നെ തക്കാളി തൈയും അതേപോലെ തന്നെ വഴുതന, വെണ്ട പോലുള്ള പച്ചക്കറി തൈകളാണ് ഇതിൽ കൃഷി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുന്ന് തരുന്ന തൈ നിങ്ങൾക്ക് ഒരു സമയം കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ടി വന്നാലും അതിൽ വീണ്ടും വളവും ഒക്കെ മിക്സ് ചെയ്ത് പുതിയ തൈ പല സന്ദർഭങ്ങളിലും കൃഷിഭവനിലും കൂടി പച്ചക്കറി തൈ വിതരണം നടക്കാറുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയിപ്പ് കിട്ടാറുണ്ട്. പലരും അത് ഇവിടെ വന്ന് കളക്ട് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ മാറ്റേണ്ട സമയത്ത് പുതിയ തൈ വെച്ച് എല്ലാ കാലവും ഇത് സംരക്ഷിച്ച് നിർത്തണം. ഇപ്പോൾ നമുക്ക് 42 ആളുകൾക്കാണ് ഈ പദ്ധതി പ്രകാരം നേരത്തെ അപേക്ഷിച്ച് പണമടച്ചിട്ടുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുന്നത്. പുതിയ നമ്മുടെ 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിലും ഇതേ പദ്ധതി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം കിട്ടാത്ത ആളുകൾക്ക് അടുത്ത പ്രാവശ്യം അപേക്ഷിച്ചാൽ കിട്ടാവുന്നതാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള കാര്യം. മറ്റൊന്ന്, ഇവിടെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ തെങ്ങും തൈ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞോ? കുറച്ചുകൂടി തെങ്ങും തൈ ബാക്കിയുണ്ട്. അതായത് കുറ്റ്യാടി തെങ്ങും തൈയാണ്. അപ്പം നല്ല തെങ്ങും തൈയാണ്. നേരത്തെയൊക്കെ പേര് കേട്ടതാണ് കുറ്റ്യാടി തെങ്ങും തൈ. അതിൻ്റെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങൾ അവിടെ കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്താൽ പലതരത്തിലുള്ള ഫലവൃക്ഷ തൈ, അതായത് റംബൂട്ടാൻ, അതേപോലെ മാങ്കോസ്റ്റിൻ പോലുള്ള തൈകളൊക്കെ നിങ്ങൾ കൃഷിഭവനിൽ പേര് രജിസ്റ്റർ ചെയ്താൽ, പഞ്ചായത്തിന്റെ പദ്ധതിയല്ല, ഡിപ്പാർട്ട്മെന്റ് പദ്ധതിയാണ്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അതെത്തുന്ന സമയത്ത് നിങ്ങളെ അറിയിച്ച് അതിന്റെ വിതരണമൊക്കെ നടക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് കാർഷിക കർമ്മസമിതിയുടെ വികസന സമിതിയുടെ യോഗം നടന്നപ്പോൾ കൃഷി ഓഫീസർ വെച്ചിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇത്തരം പദ്ധതികളുടെ ഒരു പെരുമഴ തന്നെയാണ്. അതിന് മാത്രം പദ്ധതികൾ ഇപ്പോൾ കാർഷിക മേഖലയിൽ പുതിയ പദ്ധതികളായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ മഴ ഇപ്പം തുടങ്ങിയതോടുകൂടി നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെയാണ് നമ്മൾ പച്ചക്കറിക്ക് കാര്യമായി ആശ്രയിക്കുന്നത് എന്നെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ മഴ പെയ്തതോടുകൂടി ഉണ്ടായിട്ടുള്ളൊരു പ്രത്യേകത, പച്ചക്കറിക്ക് തീ വിലയാണ്. ഇന്നലെ കുറച്ച് പച്ചക്കറി വാങ്ങാൻ വേണ്ടി ഞാൻ പോയ സമയത്ത് ബീൻസിന് വില ചോദിച്ചപ്പം ബീൻസിന്റെ വില 200 രൂപയാണ് ഒരു കിലോയ്ക്ക്. പയറിന് 80 രൂപയുള്ളൂ, പക്ഷെ ബീൻസിന് 200 രൂപയാണ്. അപ്പോൾ ഈ രീതിയിൽ വലിയ വിലവർധനവ് വരുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ അത്യാവശ്യം ഒരു അടുക്കള കൃഷിയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ആശ്വാസമാവും. കൃഷിഭവൻ വളരെ നല്ല രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കാൻ അതാത് കാലഘട്ടത്തിൽ പച്ചക്കറി തൈ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. അതെല്ലാം നന്നായി ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ 2024-25 സാമ്പത്തിക വർഷത്തെ പഞ്ചായത്തിന്റെ കാർഷിക മേഖലയിലെ പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷാ ഫോറം ഇപ്പം അടിച്ച് തയ്യാറാക്കി മിക്കവാറും തിങ്കളാഴ്ച ചൊവ്വാഴ്ച വിതരണത്തിനെത്തും. അപ്പൊ അതെല്ലാം വാങ്ങി കൃത്യമായി പൂരിപ്പിച്ച് ആവശ്യമുള്ളത് അപേക്ഷ കൊടുത്ത് ആ കാര്യങ്ങൾ വാങ്ങിയെടുക്കാനുള്ള ശ്രമം നടക്കണം. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപേക്ഷാ വിതരണത്തിന്റെ വിവരങ്ങളൊക്കെ അറിയിക്കും. അപൂർവം ചില ആളുകൾ മാത്രമേ അപേക്ഷ വാങ്ങി പൂരിപ്പിച്ച് ഏൽപ്പിക്കൂ, പണം അടക്കേണ്ടത് ഉൾപ്പെടെ ഏൽപ്പിക്കുള്ളൂ. പിന്നെ വിതരണ സമയത്താണ് ഇന്ന് കിട്ടുമോ, നാളെ കിട്ടുമോ, നാളെ വന്നാൽ കിട്ടുമോ എന്നുള്ള ചോദ്യം വരുന്നത്. ആ സമയത്ത് നമുക്കും പ്രയാസമാണ്. എങ്ങനെയാണ് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുക? പക്ഷെ കൊടുക്കാനാണെങ്കിലോ ഇവിടെ വന്ന സാധനം കൃത്യമായി നേരത്തെ അപേക്ഷ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പൈസ അടച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതെല്ലാം ഒഴിവാക്കാൻ കൃത്യസമയത്ത് അപേക്ഷ പൂരിപ്പിച്ച് കൊടുത്ത് ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ ആ കാര്യങ്ങൾ നമുക്ക് വളരെ നല്ല രീതിയിൽ നടപ്പാക്കാൻ പറ്റും. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ തവണ നമ്മൾക്ക് ഈ തെങ്ങ് അതേപോലെ തന്നെ വാഴ, ഈ 2 ഇനങ്ങൾക്കുള്ള വളം വിതരണം പൂർണ്ണമായും ആളുകൾ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മുടെ പദ്ധതിയൊക്കെ മാറ്റി പുതിയ പദ്ധതികളാക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ മിക്കവാറും അടുത്ത ആഴ്ച ഞാൻ സൂചിപ്പിച്ച പോലെ ചൊവ്വാഴ്ചയോടുകൂടി അപേക്ഷ വരും. ആ അപേക്ഷ പൂരിപ്പിച്ച് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ജൂലൈ മാസത്തിൽ തന്നെ നമുക്ക് വളം വിതരണത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ കൃഷിഭവൻ നേതൃത്വം നടക്കുകയാണ്. അപ്പൊ അതെല്ലാം ഈ മഴ പെയ്യുന്ന സമയത്ത് തന്നെ വാഴയ്ക്ക് വളം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ അപേക്ഷ കൃത്യമായി പൂരിപ്പിച്ച് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ കൃത്യമായി ഈ വളം വാങ്ങിയെടുത്താൽ നമുക്ക് ജൂലൈ ആഗസ്റ്റ് മാസത്തോടു കൂടി അത് തെങ്ങിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നന്നായി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ചടങ്ങിന് എത്തിച്ചേർന്ന എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പഞ്ചായത്തിന്റെ ചെയർമാൻ ചന്ദ്രേട്ടൻ, അതേപോലെ തന്നെ മെമ്പർമാരായിട്ടുള്ള നൗഷാദ്, അതേപോലെ നജീബ് എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട്
ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റിനോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ, ഈ വാർഡിൻ്റെ മെമ്പറും കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള വി അനിൽകുമാർ അവർ, വികസന ചെയർപേഴ്സൺ പ്രീതി UC, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഷബ്ന റഷീദ്, കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റന്റ്, ആരോഗ്യ കമ്മിറ്റി ചെയർമാൻ ചന്ദ്രേട്ടൻ, സഹമെമ്പർമാരായിട്ടുള്ള നജീബ് പാലക്കൽ, നൌഷാദ് KKC, രവീന്ദ്രേട്ടൻ ഉൾപ്പെടെ CDS ഡെസ്റ്റമന ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയമുള്ളവരെ, അപ്പോൾ ഈ ചട്ടി വിതരണത്തെ പറ്റിയൊക്കെ അനിയേട്ടൻ സൂചിപ്പിച്ചു. ഇത് എല്ലാവരും ചെടിച്ചട്ടി ആക്കി മാറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ വാർഡിലൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ അതിലുപരി മുറ്റത്തൊരു പച്ചക്കറി കൃഷിയാക്കി മാറ്റണമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നമുക്കറിയാം, ഇലക്ഷൻ്റെ ഒരു പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ടാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി താമസിച്ചു പോയത്. അപ്പോൾ ആ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ദിവസത്തേക്ക് വെച്ചത്. ഇനിയിപ്പോൾ ഈ വാർഷിക പദ്ധതിയിൽ തന്നെ അനിയുടെ സൂചിപ്പിച്ച പോലെ തന്നെ അടുത്ത ആഴ്ചകളിൽ ഫോം വിതരണം ചെയ്യും. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ കൃഷീൻ്റെ ഫോമൊക്കെ എല്ലാ വാർഡിന്നും കുറഞ്ഞ അപേക്ഷകൾ മാത്രമേ തന്നുള്ളൂ. അപ്പോൾ എന്താണ് എന്നുള്ളത് അതിൽ ഫോമിൽ നോക്കാതെ ചിലരൊന്നും ടിക്ക് ചെയ്യാതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചി മഞ്ഞളും ഒക്കെ ഇറക്കുന്ന സമയത്ത് ചില വാർഡുകളിലൊക്കെ സംഘകൃഷികളുടെ പേര് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും കൊടുക്കാതിരുന്നത് കൊണ്ട് വളരെ കുറവ് മാത്രമാണ് ചില വാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ. ഈ കിറ്റ് കൊടുക്കുന്ന സമയത്താണ് എല്ലാവരും ചോദിക്കുക, ഞങ്ങൾക്കുണ്ടോ, ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും. പേര് കൊടുത്തിട്ടുണ്ടാവില്ല, അവർക്ക് തോന്നും അടുത്തുള്ളവർ വാങ്ങുന്ന കാണുമ്പോൾ ഞങ്ങളും അവരെ കൂടെ പോയിട്ടുണ്ടല്ലോ എന്നുള്ള ചിന്തയായിരിക്കും. അപ്പോൾ ഗ്രാമസഭയ്ക്ക് തന്നെ ആളുടെ പങ്കാളിത്തം കുറവാണ്. എന്നിരുന്നാലും ഫോം എല്ലാ CDSന്റെ ADSന്റെ ഒക്കെ കയ്യിൽ ഫോം കൊടുക്കും, കുടുംബശ്രീയിലേക്ക് കൊടുക്കും. അപ്പോൾ അവരൊക്കെ തന്നെ അത് മാക്സിമം ഉപയോഗപ്പെടുത്തി വളമൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ പ്രാവശ്യവും വളത്തിന് ഫണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് വേറെ ഓരോ കാര്യത്തിനായിട്ട് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടാവില്ല. ആരും വാങ്ങിക്കാത്തൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ട് ഫോം കിട്ടുമ്പോൾ നല്ല രീതിയിൽ തന്നെ അത് എത്രയും പെട്ടെന്ന് അപേക്ഷ ഫില്ല് ചെയ്തിട്ട് വാർഡ് മെമ്പറെ എടുത്ത് എത്തിക്കുക എന്നുള്ളതാണ്. എന്നാലും നിങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ ഇവിടെ സൂചിച്ച പോലെ ഒരുപാട് കൃഷിയിൽ തന്നെ കൃഷി ഓഫീസിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തൈകളും എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പോൾ അടുത്ത് തന്നെ തെങ്ങ് തൈ കൊടുത്തിട്ടുണ്ട് കുറ്റിയാടി, അതേപോലെ തന്നെ കുരുമുളക് തൈ, അതൊക്കെ തന്നെ ഇപ്പോൾ ചെണ്ടുമല്ലി 10 സെന്റ് സ്ഥലത്ത് ഓണമായതുകൊണ്ട് ഓണത്തിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് 10 സെന്റ് സ്ഥലത്ത് കഴിഞ്ഞ തവണയൊക്കെ കുറേ വാർഡുകളിൽ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്ത്. പക്ഷേ കുറച്ച് ഓണം കഴിഞ്ഞു പോയിന്, പൂവുണ്ടാകുമ്പോൾ ലേറ്റ് ആയിട്ടേനും ചെയ്തിന്. ഈ പ്രാവശ്യം അതുകൊണ്ട് നേരത്തെ തന്നെ തൈകളൊക്കെ ഇറക്കി ഇന്നലെയൊക്കെ കുറേ ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ തൈ കൊടുക്കുന്നത് അറിഞ്ഞതിന് ശേഷം ആരൊക്കെയോ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, തൈ കൊടുക്കുന്നുണ്ടോ, ഇപ്പോൾ കിട്ടുമോയെന്ന്. രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രയാസങ്ങളാണ് വരിക. അപ്പോൾ എന്ത് കാര്യങ്ങളും വാട്സപ്പ് വഴിയൊക്കെ അറിയിക്കും. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയും. അറിയാത്തവർ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ച് കണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്ന് മാത്രം പറയാണ്. ഇപ്പോൾ അനിയുടെ സൂചിച്ച പോലെ വളവും തൈയൊക്കെ പിന്നീട് എത്തും. അപ്പോൾ 50 കിലോ വരുന്ന ചാക്കിലായിരിക്കും വളം വരിക. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ അറിയിക്കുന്ന സമയത്ത് അങ്ങനെ വരേണ്ടി വരും. ഇപ്പോൾ ചട്ടിയാണ് എല്ലാ വാർഡ് 23 വാർഡിൽ ഇറക്കണം. അപ്പോൾ ഇന്നിപ്പോൾ 16-ാം വാർഡ്, അതേപോലെ 17 ഇങ്ങനെ തൊട്ടടുത്ത വാർഡുകളായിട്ട് ഇറക്കും. ബാക്കിയുള്ള വാർഡുകളിലേക്കും ഇത് ഇറക്കേണ്ടതുണ്ട്. അതിന് ശേഷമാണ് തൈയൊക്കെ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന ആളുകൾക്കൊക്കെ മുഴുവനായിട്ട് ചട്ടി ഉണ്ടോ അറിയില്ല. 5 ചട്ടി വീതമാണ് ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. അതിൽ കിട്ടാത്ത ആളുകൾ പ്രയാസപ്പെടേണ്ടതില്ല. ഈ വാർഷിക പദ്ധതിയിൽ ഇപ്പോൾ ഈ ഫോമിലും നിങ്ങൾക്ക് ചട്ടിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. അത് മാർച്ചിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് കിട്ടും, കിട്ടാത്ത ആളുകൾക്ക്. അപ്പോൾ പ്രയാസപ്പെടേണ്ടതില്ല. ഇത് നമുക്കറിയാം, ഒരു വർഷം ഇതിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അടുത്ത വർഷമാകുമ്പോൾ നമുക്ക് ആ വളമൊക്കെ മാറ്റിയിട്ട് ചെയ്താൽ വേനൽക്കാലത്തൊക്കെ കുറഞ്ഞ വെള്ളം മതി. ഇതിൻ്റെ തണുപ്പുണ്ടാവും, ചട്ടിയുടെ തണുപ്പുണ്ടായതുകൊണ്ട് നമുക്ക് മറ്റേ ബാഗിലൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോലെയുള്ള പ്രയാസമൊന്നുമില്ല. നല്ല നനവുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ പച്ചമുളക്, അതേപോലെ വഴുതിനിയൊക്കെ ഇഷ്ടമാതിരി ഉണ്ടാവും, വെണ്ടയൊക്കെ. അപ്പം നല്ല രീതിയിൽ കൃഷി ചെയ്ത് 16-ാം വാർഡിനെ നല്ല രീതിയിൽ പച്ചക്കറി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പ്രവർത്തനം പോകട്ടെ എന്ന് മാത്രം അഭിനന്ദിച്ചു. എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. പിന്നെ ഈ പരിപാടി ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള ഈ ചട്ടിയുടെ ഉദ്ഘാടന പരിപാടി ചെയ്തായിട്ട് അറിയിക്കുകയാണ്. അടുത്തായി ചന്ദ്രേട്ടൻ. ആദരണീയായിട്ടുള്ള ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ ശ്രീ അനിയേട്ടൻ,
ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ബഹുമാന്യ പ്രസിഡന്റ് ചീഫ് കുന്നമർ, അതേപോലെ ആദരണീയരായിട്ടുള്ള ജനപ്രതിനിധികൾ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ട കർഷക ബന്ധുക്കൾ. അപ്പം ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ പുല്ലിൻ്റെ ചണ്ടി കണ്ടപ്പോൾ വിചാരിച്ച് നല്ല നെല്ല് കൊയ്ത് മെതിച്ചതിൻ്റെ ബാക്കിയാണ്. പിന്നീട് എനിക്ക് നിരാശമാവും, കാരണം ചട്ടി കൊട്ടാൻ വേണ്ടി ഇട്ട പുല്ലാണ്. അങ്ങനെ പണ്ടത്തെ വീടിൻ്റെ മുറ്റത്തൊക്കെ നമ്മളിങ്ങനെ ഈ പുല്ല് കാണും, നെല്ല് കാണും. അന്നൊക്കെ അത് ശ്രീകരമായിരുന്നു, ഐശ്വര്യത്തിൻ്റെ ഭാഗ്യമാണ്. ഇന്നിപ്പോൾ അത് കണ്ടാൽ അശ്രീകരാണ്, അത് ഐശ്വര്യത്തിൻ്റെ ഭാഗ്യം അല്ലാന്നുള്ള തോന്നലാണ്. അപ്പം അങ്ങനെ കൃഷിയുടെ അകത്തേക്കുള്ള ചിന്തകൾക്ക് അങ്ങനെ ഒരു വലിയ വൈരുദ്ധ്യം വന്നിട്ടുണ്ട്. കൃഷിയെ നമുക്ക് മാന്യമായിട്ട് കാണാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ, കൃഷി ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അപ്പോൾ കാർഷിക മേഖല തകരാനൊരു കാരണവും വാസ്തവത്തിൽ അതൊക്കെ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് കുന്നമംഗലം പഞ്ചായത്തിൻ്റെ കാർഷിക മേഖല എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മുടെ പൈങ്ങോട്ടുപുറം ഈസ്റ്റും വെസ്റ്റും ഒക്കെ. അപ്പോൾ ഈ മേഖലക്കകത്ത് ഉണ്ടാവുന്ന കാർഷിക സമൃദ്ധി അത് നമ്മുടെ കുന്നമംഗലം പഞ്ചായത്തിൻ്റെ തന്നെ കാർഷിക നേട്ടമായിട്ട് മാറും. ഇപ്പോൾ കാർഷിക മേഖലയിലുള്ള ആനുകൂല്യങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. കൃഷി വകുപ്പ് കൊടുക്കുന്നുണ്ട്, ഗ്രാമപഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്, നിരവധി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള സംശയമാണ്. ഇപ്പോൾ കുറേ വർഷമായിട്ട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട്. അടുത്ത വർഷം അതേ ആളിനെ വീണ്ടും അപേക്ഷിക്കും. പക്ഷെ അവരെ വീട്ടിലൊന്നും കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല, കോഴി ഉണ്ടാവില്ല, വാങ്ങാൻ എല്ലാവർക്കും ധൃതിയായിരിക്കും. പക്ഷെ പിന്നീട് എന്തോ ആ കോഴികളൊക്കെ നമ്മൾ കൊന്ന് നിന്ന് അങ്ങ് ശരിയായി കളയും. അല്പസ്വല്പം വീട്ടിലൊക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മൾ കൊടുത്ത കോഴിനെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ കോഴിമുട്ട പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല, നമ്മൾ കോഴിക്കളെ പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല. അത്രമാത്രം കോഴിമുട്ടകൾ നമ്മുടെ വാഴ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വാഴ അംഗനവാടിക്ക് ആവശ്യമായ കോഴിമുട്ട വാങ്ങുന്നത് എവിടുന്ന? അത് പുറത്തുനിന്ന് വാങ്ങണം. ഒരു പക്ഷേ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി ഉണ്ടാക്കിയത് മുളക് അംഗനവാടി കൊടുത്താൽ നമുക്ക് പൈസ ഉണ്ട്. പക്ഷേ കോഴിമുട്ട വേണ്ട കോഴിയൊന്നുമില്ല. അതേപോലെ കാർഷികമായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യായിരുന്നെങ്കിൽ ഒരു വലിയ കാർഷിക മുന്നേറ്റമൊക്കെ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം കൃഷി വകുപ്പിൻ്റെ ധാരാളം ആനുകൂല്യങ്ങൾ, നമുക്ക് നിരവധി പദ്ധതികൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പദ്ധതികളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് നമ്മൾ ആലോചിക്കണം. നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന വിത്തൊക്കെ ഞാൻ പറഞ്ഞേ ഏതെങ്കിലും അടുക്കളേൻ്റെ മുകളിലോ വാൽപ്പടിയിലൊക്കെ വെച്ചപ്പോൾ കാലം കഴിഞ്ഞ് പോവുക ചെയ്യുന്നത്. ഒരു തൈ വാങ്ങിക്കൊണ്ടുവന്നാൽ അവിടെ മുറ്റത്ത് വെക്കും, പിന്നെ പുഴ താഴെ പറയുന്നത് കുഴിച്ചിട്ട് പറഞ്ഞാൽ അവസാനം ഇവിടെ കുയ്യത്താണ് കുഴിച്ചിടും. വാങ്ങാൻ നമുക്ക് രീതി ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് പ്രത്യുൽപാദനമാക്കാൻ കഴിയുന്നില്ല. അപ്പം നമ്മളൊരു ചിന്തകൾ നമുക്കൊരു മാറ്റം വരുത്തണം. കൃഷി നമ്മുടെ ഒരു ജീവവായു തന്നെയാണ്, ജീവൻ്റെ ഒരു ഘടകം തന്നെയാണ്. അങ്ങനെ ചിന്തയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. അങ്ങനെ ഒരു വലിയ ചിന്ത നമ്മൾ പൈങ്ങോട്ടത്തുണ്ടായിട്ട് ഞാൻ ആഗ്രഹിക്കുക. എൻ്റെ വളരെ കഴിവാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പൈങ്ങോട്ടത്ത് അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ വലിയൊരു മാറ്റം ഉണ്ടാവട്ടെ. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ വാടിനകത്തേക്ക് ആവശ്യമായ പച്ചക്കറി നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ എടുത്ത നേട്ടമായിരിക്കും. വേണ്ട ഒരു 10 100 വീട്ടുകാർ തീരുമാനിച്ചാൽ ഒരുപാട് ആൾക്കാർ തീരുമാനിക്കണ്ട. ഒരു 100 വീട്ടുകാർ തീരുമാനിക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ പച്ചക്കറി ഉണ്ടാക്കുന്നു. ഇത് തീരുമാനിച്ചു കഴിഞ്ഞാൽ നാളെ ഒറ്റ വീട്ടുകാരുടെ പ്രോത്സാഹനമാവും, ഒറ്റ വീട്ടുകാർ നോക്കിക്കാണും. അപ്പം അങ്ങനെ നമുക്ക് എല്ലാവർക്കും നോക്കിക്കാണാൻ മാതൃകയാകത്തക്ക രീതിയിലേക്ക് നമ്മുടെ വാർഡിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ തികച്ചും ഇന്ന് ലഭ്യമാകുന്ന ചട്ടി നേരത്തെ പ്രശ്നം കുഴിച്ചിട്ടാതെ പച്ചക്കറി ചട്ടി തന്നെ നിലനിൽക്കാൻ കഴിയട്ടെ. കാരണം നമുക്ക് ഗ്രോ ബാഗ് കൊടുത്തിരുന്നു നേരത്തെ. ആ ഗ്രോ ബാഗ് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ചട്ടം വന്നു. അതിനാണ് നമ്മൾ മൺചട്ടി ആക്കുന്നത്. ആ മൺചട്ടി നമുക്ക് ഉപയോഗിക്കുന്ന കൃഷിക്ക് വേണ്ടിയിട്ടാണത്. ആ കൃഷി നമുക്ക് മൺചട്ടി ഉണ്ടാക്കാൻ കഴിയണം. അവിടെ പൂക്കൾക്ക് സ്ഥാനം കൊടുക്കരുത്. എല്ലാവരും പൂരൊക്കെ നനക്കില്ലാതെ കഴിഞ്ഞാൽ എല്ലാ പൂക്കളെയും നമ്മൾ തലവലിക്കും. പക്ഷേ കൃഷി ആണ്ട് കഴിഞ്ഞാൽ നനക്കുകയില്ല, നോക്കുകയില്ല. അത് നമ്മുടെ ഒരു സ്വഭാവം. പൂച്ചെടിയൊക്കെ വളരെയാണ് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കും. അത് പുരുഷന്മാരും സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കും, പക്ഷേ കൃഷി ശ്രദ്ധിക്കില്ല. അപ്പോൾ ഈ ചട്ടി നമുക്ക് ഒരു മാതൃകാപരമായിട്ട് കാണാൻ സാധിക്കണം. നമുക്കത് വീണ്ടും അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കാൻ കഴിയും, എന്നാലേ അത് വികസിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള ഒരു മാതൃകാ വാർഡായിട്ട് നമുക്ക് മാറാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു ഔദ്യോഗിക പരിപാടിക്ക് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ അഭിവാദ്യം വർദ്ധിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് വിശദീകരിക്കുന്നു. അടുത്തൊരു നമ്മുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി UC പ്രതി നമ്മൾ സംസാരിക്കും. അതിനോട് ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ
കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും ഈ വാർഡിൻ്റെ മെമ്പറുമായ അനിയേട്ടൻ, അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ലിജി പുൽക്കുന്നുമ്മൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബ്ന റഷീദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രേട്ടൻ, കൃഷി ഓഫീസർ കൃഷി അസിസ്റ്റന്റ് രൂപേഷ്, രവീന്ദ്രേട്ടൻ, പ്രിയമുള്ളവരെ, 2023-24 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയ മുറ്റത്തെ പച്ചക്കറി ചട്ടി തൈ വിതരണം, അതാണ് പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അത് നേരം വഴുകാനുള്ള കാരണം കൃഷി ഓഫീസറും അതുപോലെ അനിയേട്ടനും ഒക്കെ ഇവിടെ പറയുകയുണ്ടായി. പിന്നെ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഈ വർഷം കിട്ടാത്ത ആളുകൾ ഇപ്പം നമ്മുടെ ഈ പുതിയ വർഷത്തിൽ ഇതേ പദ്ധതി തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം അവർക്ക് ഈ വർഷം തന്നെ അപേക്ഷിച്ച് ഇനിയും ചട്ടികൾ സ്വന്തമാക്കാം. അതുപോലെ ഈ പദ്ധതി എല്ലാവർക്കും ഉപയോഗപ്രദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും. ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അനിയേട്ടൻ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രസിഡന്റ്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവർ, അപ്പോൾ ഒരുപാട് സമയമായിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ പൂച്ചട്ടി അല്ലാതെ നമ്മളൊരു പച്ചക്കറി തൈകൾ നട്ടിട്ട് ഒരു വളമില്ലാത്ത നല്ല വളം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പച്ചക്കറി ഒരു സമയം കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും നല്ല കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് നമ്മുടെ മുറ്റത്ത് ചെടി പോലെ തന്നെ പച്ചക്കറി തൈകൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല. എല്ലാവരും കാര്യങ്ങളൊക്കെ പതിവാച്ച് കഴിഞ്ഞു. നമ്മൾ കുറേ ചട്ടിക്ക് നമ്മൾ സമീപിച്ചിരുന്നു. നമുക്ക് കുറഞ്ഞ ചട്ടികളെ കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് കുറേ ഉപഭോക്താക്കൾ കുറഞ്ഞു പോയത്. ഏതായാലും ഈ വർഷത്തിൽ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നുള്ള പ്രതീക്ഷയാണുള്ളത്. കൂടുതലും സംസാരിക്കുന്നില്ല. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അനിയേട്ടൻ, പ്രിയപ്പെട്ട പ്രസിഡന്റ്, മറ്റ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ, വികസനകാര്യ ചെയർപേഴ്സൺ നജീബ്, മറ്റ് കൃഷി ഓഫീസർ, മറ്റ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ കൃഷി സംബന്ധമായ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ അനിയേട്ടനും ചന്ദ്രനൊക്കെ സംസാരിച്ചു. നമുക്കറിയാം, വിഷരഹിത പച്ചക്കറി എന്നുള്ള ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ എല്ലാ വീടുകളിലും ഇപ്പോൾ ഇങ്ങനത്തെ പച്ചക്കറി തോട്ടങ്ങൾ ചെറിയ രീതിയിലും ചില സ്ഥലങ്ങളിൽ വലിയ രീതിയിലും ഒക്കെ ഉണ്ടാക്കുന്നത്. നമ്മളെ ഒരുപാട് പ്രദേശങ്ങളിൽ ഇതിനുമായിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ തിരിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വിഷരഹിതമായ പച്ചക്കറി നമുക്ക് കഴിക്കാമെന്ന് തന്നെയാണ് അതിൻ്റെ ഒരു മെച്ചം. നമുക്കറിയാം, നമ്മളെ മുൻപൊരു സിനിമ ഇറങ്ങിയല്ല, ഹൗൾഡാറിയും, അതിൽ ഒരു കല്യാണം നടത്തുന്ന ഒരു രംഗമുണ്ട്. മഞ്ജു വാര്യർ എല്ലാ ടെറസിന്റെ മുകളിലും പച്ചക്കറി നടത്തിയിട്ട് ഒരു കല്യാണത്തിനുള്ള പച്ചക്കറി ഉണ്ടാക്കുന്നത്. അപ്പൊ അത് സിനിമയിൽ ചിത്രീകരിച്ചതാണെങ്കിൽ നമുക്ക് അങ്ങനെ നടക്കും എന്നുള്ളത് കാണിച്ചു തന്നതാണ്. അത്തരത്തിലുള്ള വലിയ വലിയ പരിപാടികൾക്കൊക്കെ നമുക്ക് കൂട്ടമായിട്ട് ശ്രമിച്ചാൽ അത്തരത്തിലുള്ള പച്ചക്കറികൾ വലിയ വിളവെടുപ്പ് നടത്താനോ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നജീബിന്റെ വാർഡിൽ 7ാം വാർഡിലൊരു വീട്ടിലുണ്ട്, ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ആ വീട്ടിലുണ്ട്. ഞാൻ കാണാൻ പോയിരുന്നു, ഒരുപാട് സൈസ്. നമ്മൾ പിന്നെ ഇവിടെയൊക്കെ ഉണ്ടാവുമെന്ന് സംശയമുള്ള ഒരുവിധം ഫ്രൂട്ട്സുകളൊക്കെ ആ വീടുകളിൽ കായ്ച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണയും സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട വേദിയിലെ പഞ്ചായത്ത് സാരഥികളെ, അതേപോലെ കൃഷി അസിസ്റ്റൻ്റ്, കൃഷി ഓഫീസർ, നമ്മുടെ പ്രിയപ്പെട്ട
സഹോദരി സഹോദരന്മാരെ, നേരത്തെ പറഞ്ഞ പോരായ്മകളൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 16-ാം വാർഡ് പൂർണ്ണമായും ഒരു കാർഷിക മേഖലയാണ്. അതുകൊണ്ട് തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനം നടത്താത്ത ആരും ഈ സദസ്സിലുമില്ല, ഈ വാർഡിലുമില്ല. അപ്പോൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെ കൃഷി, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ആരോഗ്യം, അതിന് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറി ആയിരിക്കണം, മറ്റു വിഭവങ്ങളായിരിക്കണം ഭക്ഷിക്കേണ്ടതെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ള ആളുകളാണ്. അതനുസരിച്ച് ഒരു മെച്ചപ്പെട്ട ഇത്തവണത്തെ ചട്ടിയും അതേപോലെ തന്നെ തൈകളും വളവും മെച്ചപ്പെട്ട രീതിയിലാണ് വിതരണത്തിന് തയ്യാറായിട്ടുള്ളത്. അതെല്ലാം ഏറ്റെടുത്ത് ഏതാണ്ട് ഓണക്കാലമാകുമ്പോഴേക്കും നമ്മുടെ വീടുകളിലെല്ലാം ഈ പച്ചക്കറിയൊക്കെ ഉണ്ടായി അത് ഉപയോഗിച്ച് കഴിയണം. അതിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ ആരംഭിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അടുത്തതായി ചട്ടി വിതരണ ഉദ്ഘാടനമാണ്. വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്വർണ്ണകുമാരി ക്ഷണിക്കുക. ഈ ചടങ്ങ് അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ നന്നായി ശ്രദ്ധയിൽ വെക്കണം. വിവിധ ഇനം ഫലവൃക്ഷ തൈകൾ അത് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കൃഷി ഓഫീസിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യണം, പേര് രജിസ്റ്റർ ചെയ്യണം. അതിൽ നമ്മുടെ അവിടെ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങാൻ ഈ അടുത്ത കാലത്ത് കിട്ടാൻ തുടങ്ങിയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് പോലുള്ള സാധനങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ള ആളുകൾ അവിടെ കൃഷിഭവനിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യണം എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഈ ചടങ്ങിന് നന്ദി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൃഷി അസിസ്റ്റന്റ് കൂടിയായിട്ടുള്ള രൂപേഷിനോട് അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം നമുക്ക് ലിസ്റ്റ് അനുസരിച്ച് നമ്മുടെ ചട്ടി വിതരണം നടക്കുന്നതാണ്. ബഹുമാനം നിറഞ്ഞ അധ്യക്ഷൻ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന കർഷക സുഹൃത്തുക്കളെ, 1-2 വാക്ക് സൂചിപ്പിക്കാനാണ് ഞാൻ എൻ്റെ ഒരു അവസരം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, കുറേ പദ്ധതികളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ 2023-24 സാമ്പത്തിക വർഷം നമ്മൾ നടപ്പിലാക്കിയ പദ്ധതിയിൽ വരുന്ന ചട്ടി വിതരണമാണ് നമ്മൾ ഈ സമയത്ത് നൽകുന്നത്. നിരവധി പദ്ധതികളുണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട 2 പദ്ധതികൾ ഫലവൃക്ഷ തൈകൾ വിതരണം, അതുപോലെ ജാതി തൈകൾ വിതരണം. ഇതിനൊക്കെ പഞ്ചായത്ത് നല്ലോണം ഫണ്ട് വെച്ച് കർഷകർക്ക് വേണ്ടിയിട്ട് ഗ്രാമസഭകൾ വഴി അപേക്ഷ ക്ഷണിച്ചു, ലിസ്റ്റ് ഉണ്ടാക്കി നമുക്ക് തന്നെങ്കിലും അതിൻ്റെ ഗുണഭോക്തൃ വീതം അടയ്ക്കാൻ സമയത്ത് അതിലുള്ള 25% കർഷകർ പോലും എത്തിയിട്ടില്ല. എല്ലാവരും പല രീതിയിൽ അപേക്ഷകൾ കൊടുത്തിടും. പക്ഷേ ആവശ്യത്തിന് അവർ വന്നിട്ട് അതിൻ്റെ ഗുണഭോക്തൃ വീതമോ അല്ലെങ്കിൽ അത് വാങ്ങിയിട്ട് ഉപയോഗിക്കാനോ കർഷകർ മുതിരുന്നില്ല. എന്താണ് കാരണം എന്നുള്ളത് അറിയില്ല, വെറുതെ കൊടുത്തിടുന്നതാണോ അറിയില്ല. അപ്പോൾ അത് അങ്ങനെ ചെയ്യാതെ ആവശ്യമുള്ള, ഇപ്പോൾ ഗ്രാമസഭകളിൽ പോകുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്കീം ഏതാണോ അത് പഞ്ചായത്ത് തലത്തിൽ വരുന്ന ജനകീയാസൂത്രണത്തിൽ വരുന്ന പദ്ധതികൾ കൃത്യമായിട്ട് ആലോചിച്ച് നിങ്ങൾ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ തീരെ അത് ആവശ്യമുള്ളവർ പിന്നോക്കം പോകാതെ ആവശ്യത്തിന് അവർക്ക് ഉപകരിക്കും. ഇപ്പോൾ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തതിൽ കുറേ ആളുകൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നവരെ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുമോ എന്ന് ചോദിച്ചു വരുന്നുണ്ട്. നമുക്കൊരു നിവൃത്തിയില്ല. കാരണം ഗുണഭോക്താവ് അവരുടെ വിഹിതം അടച്ച് ആ വിഹിതത്തിന് കണക്കാക്കി പഞ്ചായത്ത് ഫണ്ട് മാറിയിട്ടാണ് ആ സാധനങ്ങൾ നമുക്ക് വിതരണത്തിനെത്തുന്നത്. പിന്നെ അപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചാൽ നമുക്ക് നടക്കില്ല. അതുപോലെ ജാതി തൈകൾ, അതുപോലെ തന്നെയാണ് ചട്ടിക്ക് വൻ ഡിമാൻഡാണ്. കാരണം എന്താണെന്ന് അറിയില്ല, എല്ലാ ഗുണഭോക്താക്കളും ആ ഫണ്ട് മുഴുവനായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ ഗുണഭോക്തൃ വീതം അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചട്ടി ആദ്യത്തെ വർഷം പച്ചക്കറി തൈയും 2ാമത്തെ വർഷം പൂച്ചെടിയായി മാറാതെ നിങ്ങളെ വീട്ടിലുള്ള ഈ ചട്ടി കൂടാതെ ഒരു 10 ചട്ടിയിലും കൂടെ പച്ചക്കറി അധികം ഉൽപ്പാദിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇപ്പോൾ തരുന്ന 5 ചട്ടിയിൽ 1 ചട്ടിയിൽ പച്ചമുളക്, ബാക്കിയുള്ളതിൽ 4 റോസാച്ചെടിയും വെക്കരുത്.
അതിൽ കൂടാതെ 10 ചട്ടി വീട്ടിലുള്ളതിലും കൂടെ പച്ചക്കറി ചെയ്തിട്ട് നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള വീട്ടിൽ ആവശ്യത്തിനുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ വർഷം കുറേ പദ്ധതികൾ വരുന്നുണ്ട്. ഇപ്പോൾ തൈകൾ വിതരണത്തിൻ്റെ ഒരു സമയമാണ്. പക്ഷേ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും കൊടുക്കാവുന്നത്ര തൈകളൊന്നുമില്ല. വളരെ നാമമാത്രമായ കുറച്ച് തൈകളെ വരുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് കുരുമുളക് വള്ളി വന്നു, കരിമുണ്ട പനികൾ 4600 വള്ളികളെ വന്നുള്ളൂ, ഏകദേശം 1300ഓളം പാക്കറ്റുകൾ. പക്ഷേ അതൊരു 19 പേർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് തീരും. എല്ലാവരെയും കാത്തിരിക്കാനോ അവർക്ക് എല്ലാവരെയും വിവരം അറിയിക്കാനോ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ വാർഡ് മെമ്പർമാരുടെ ഗ്രൂപ്പിലൂടെ അറിയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത പൊതു ഗ്രൂപ്പിലിടുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കർഷകർ ഒന്നുകിൽ കൃഷിഭവനായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ അവിടെ ഒരു വാട്സപ്പ് QR കോഡ് ഞങ്ങൾ ഓഫീസിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിൽ വന്നിട്ട് ആ QR കോഡ് സ്കാൻ ചെയ്താൽ എല്ലാവരെയും വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങളാക്കും. വിവരങ്ങൾ അതുവഴി അറിയാൻ പറ്റും, മാക്സിമം കർഷകരിലേക്ക് അറിയാൻ പറ്റും. ഇനി അടുത്തത് ഇന്നലെ വന്നത് പിന്നെ നേന്ത്രൻ ടിഷ്യൂ കൾച്ചർ ബനാന, ആകെ 300 പ്ലാന്റുകളാണ് വന്നത്. എത്ര ആൾക്ക് കൊടുക്കാൻ പറ്റും? പലരും ഇപ്പോൾ വന്നു നോക്കുമ്പോൾ സാധനം തീർന്നു പോയി. അപ്പോൾ അതുപോലെ കുറച്ചായിട്ടാണ് നമുക്ക് എത്തുന്നത്. മാക്സിമം ഞങ്ങൾ കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി പബ്ലിസിറ്റി കൊടുക്കാറുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ പ്ലാന്റുകൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ, തോട്ടമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. അവർക്ക് അങ്ങനത്തെ സ്കീമുകൾ വരുന്നേരം തോട്ടമായിട്ട് ചെയ്യാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. ആ പദ്ധതികളാണ് നേരത്തെ വൈസ് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞ മാംഗോസ്റ്റിൻ, അതുപോലെ അവക്കാഡോ, അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്, ഇങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. അവിടെ വന്നിട്ട് വേണ്ട രീതിയിൽ അത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് അറിയിക്കാൻ പറ്റും. പിന്നെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും ഈ ഒരു ചടങ്ങിൽ ഇത്രത്തോളം ആളുകൾ ഇവിടെ എത്തി. എന്തായാലും ചട്ടി ഇന്ന് തന്നെ വീട്ടിലെത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് എല്ലാവരും വന്നത്. എല്ലാവരും പ്രസംഗമൊക്കെ കേട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ഏതായാലും ഈ ഒരു കാർഷികപരമായി ഇത്തരം ഒരു രീതിയിൽ ഇത്രയധികം ആളുകൾ എത്തുന്നത് വളരെ അപൂർവമാണ്. എല്ലാവരും കണ്ടതിൽ സന്തോഷമുണ്ട്. അപ്പോൾ നാളെ ഇതുപോലത്തെ മറ്റൊരു പരിപാടി ഉണ്ടാകുമ്പോൾ ഈ വാർഡിൽ എത്രത്തോളം ആളുകൾ ഉണ്ടാവണം. ഈ ചട്ടി മാത്രം വാങ്ങുന്നതിന് മാത്രം ഇത്ര ആളുകൾ പാടില്ല. അതുകൊണ്ട് ഈ പരിപാടിക്ക് എത്തിയ എല്ലാവർക്കും കൃഷിഭവൻ്റെ പേരിലും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി മെമ്പർ, അതുപോലെ വേദിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഒരൊറ്റ കാര്യം കൂടെ, PM കിസാൻ്റെ 17ാമത്തെ ഗഡു ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടിൽ ഈ പറയുന്ന ആരെങ്കിലും ആ പദ്ധതിയിലുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് പൈസ വരുന്നില്ലെങ്കിൽ മാത്രം കൃഷിഭവനിൽ എത്തിയാൽ മതി. അല്ലാതെ പൈസ വന്നവരും ചിലപ്പോൾ വെറുതെ വന്നിട്ട് നമ്മൾ തിരക്കിൽ ബുദ്ധിമുട്ടാവണ്ട. അതുകൊണ്ടാണ് ബാങ്കിൽ പോവുക, പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുക, 17ാമത്തെ ഗഡു വന്നോ നോക്കുക. ഇല്ലെങ്കിൽ മാത്രം കൃഷിഭവനിൽ ബന്ധപ്പെടുക. ഇപ്പം നല്ല തിരക്കുണ്ട് ഓഫീസിൽ. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. കൃഷിഭവനുമായിട്ട് എല്ലാവരും നല്ല ഒരു സഹകരണം ഉണ്ടാവണം. എല്ലാവരും അവിടേക്ക് വരണം. ഓക്കെ, ഈ ചടങ്ങ് അവസാനിപ്പിക്കുന്നു.